നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തെ ആക്രമിച്ച ഗുണ്ടകളെ പിടികൂടിയത് അതിസാഹസികമായി. അറസ്റ്റിലായ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെയും സ്ഫോടക വസ്തു ഇറങ്ങി. മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ 5.5 വയസ്സുള്ള മകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഹാജരായി. ചോദ്യം ചെയ്യൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ്. കൊച്ചിയിലെ മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുന്നു. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ നടപടി ശക്തമാക്കാൻ പോലീസ്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പരിശോധന പോലീസും എക്സൈസും NCBയും സംയുക്തമായി. തീരുമാനം സിനിമാക്കാർ പ്രതിയാകുന്ന കേസുകൾ കൂടിയ സാഹചര്യത്തിലെന്ന് കമ്മീഷണർ. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാസേന കണ്ടെത്തിയെന്ന് സൂചന. 4 സ്ഥലങ്ങളിൽ വെച്ച് ഭീകരരെ സുരക്ഷാസേന കണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടിയതായും സൂചനയുണ്ട്. വെടിവെപ്പുണ്ടായത് കശ്മീരിലെ തെക്കൻ വനമേഖലയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിച്ച് അമേരിക്ക. ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള പരിഹാരം വേണമെന്നും US വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തിയുമായി ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാക് YouTube ചാനലുകൾ സംപ്രേക്ഷണം നിരോധിച്ച ഇന്ത്യ. 16 ചാനലുകളാണ് നിരോധിച്ചത്. ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന്റെ പേരിലാണ് നടപടി. ഡോൺ ന്യൂസ്, സമ TV, ജിയോ ന്യൂസ് അടക്കമുള്ള ചാനലുകൾക്കാണ് നിരോധനം. BBC റിപ്പോർട്ടിംഗും നിരീക്ഷിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. BBC ഇന്ത്യ മേധാവി ജാക്കി മാർട്ടിന് സർക്കാർ കത്ത് നൽകി. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച കൊച്ചി സ്വദേശിയെ കണ്ടെത്താനൊരുങ്ങി എക്സൈസ്. വിൽപ്പനക്കാരനെ കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും സംവിധായകരെ വിളിച്ചു വരുത്തുക. ഫ്ളാറ്റ് ഉടമ സമീർ താഹിറിനെയും വിളിച്ചു വരുത്തും. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നിലനിർത്തി ഇടത് സഖ്യം ഐസ. സെൻട്രൽ പാനലിൽ 4-ൽ 3 സീറ്റും ഐസ DSF സഖ്യത്തിനാണ്. നേട്ടം കൊയ്ത് ABVP. 42 കൗൺസിലർ പോസ്റ്റുകളിൽ 23 എണ്ണം ABVP. IPLൽ ഡൽഹിയെ തകർത്ത് ബംഗളൂരു. ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൊടിത്താനം സ്വദേശി മല്ലികയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അനീഷിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോംബ് ഭീഷണിയിൽ വലഞ്ഞ തലസ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും ഭീഷണി സന്ദേശം എത്തി. കോഴിക്കോട് കല്ലാച്ചിയിൽ യുവാവിന് വെട്ടേറ്റു. കല്ലാച്ചി കണിയാങ്കണ്ടി സ്വദേശി രാജീഷിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 17-കാരൻ അറസ്റ്റ്. കോഴിക്കോട് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്ന കേസിൽ 8 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസെടുത്തത് 18 പേർക്കെതിരെ. കൂടുതൽ പേരുടെ പങ്കാളിത്തം പരിശോധിക്കുന്നു. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നൽകിയ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
കാസർഗോഡ് മഞ്ചേശ്വരം ബാക്രബയലിൽ യുവാവിന് അജ്ഞാതന്റെ വെടിയേറ്റു. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. സവാദ് ബൈക്കിൽ പോകുമ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ട് നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. സംസ്ഥാനത്ത് കോളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട്. 8 വർഷത്തിനിടെ ഇന്നലെ ആദ്യമായി സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കോളറ ബാധിച്ച് മരിച്ചത് കവടിയാർ സ്വദേശിയായ 63-കാരൻ. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. കൊച്ചുകുട്ടികൾ കാറിന്റെ ഡോറിലിരുന്നാണ് യാത്ര ചെയ്തത്. വീതി കുറവും വളവുകളുമുള്ള മറയൂർ മൂന്നാർ പാതയിലായിരുന്നു അപകടയാത്ര നടത്തിയത്. കിലോമീറ്ററുകളോളമാണ് കാർ സഞ്ചരിച്ചത്. കൊല്ലം പുനലൂരിൽ വീണ്ടും കള്ളപ്പണവുമായി 2 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ അബ്ദുൾ അസീസ്, ബാലാജി എന്നിവരാണ് പിടിയിലായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF-ഉം പോലീസും നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 34 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. CPIM-ന്റെ ഭീകരവിരുദ്ധ സദസ്സിനെതിരെ BJP ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ. ആർട്ടിക്കിൾ 360 എടുത്തു കളഞ്ഞതിന്റെ വേദനയിലാണ് പഹൽഗാം ആക്രമണം ഉണ്ടായതെന്നാണ് MA ബേബി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഭീകരവിരുദ്ധ സദസ്സ് നടത്താൻ എന്ത് യോഗ്യതയാണ് CPIM-നുള്ളതെന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. CPIM-നെ രൂക്ഷമായി വിമർശിച്ച് വട്ടംകുളം 14-ാം വാർഡ് മെമ്പർ ES സുകുമാരൻ. പാർട്ടിക്കുള്ളിൽ നിന്നും ഒരു നീതിയുമില്ലാത്ത സമീപനമാണ് ഉണ്ടായതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ES സുകുമാരൻ. CITU ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ES സുകുമാരനെ കഴിഞ്ഞ ആഴ്ചയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. എറണാകുളം വടക്കൻ പറവൂരിൽ പാതിവില തട്ടിപ്പിൽ പ്രതിഷേധം ശക്തം. ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മധുവിന്റെ വീട്ടിലേക്ക് മാർച്ചും കുത്തിയിരിപ്പ് പ്രതിഷേധവും നടന്നു. 2000-ലധികം പേർക്ക് ഇരുചക്ര വാഹനത്തിന്റെ പേരിൽ 15 കോടിയോളം രൂപ നഷ്ടപ്പെട്ടുവെന്നും പ്രതിഷേധക്കാർ. കോട്ടയം പാലാ വള്ളിച്ചിറയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. ചെറുകര സ്വദേശി ബേബിയാണ് മരിച്ചത്. പ്രതി വള്ളിച്ചിറ സ്വദേശി AL ഫിലിപ്പോസിനെ പാലാ പോലീസ് പിടികൂടി. ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതക കാരണം. വധശ്രമക്കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015-16 വർഷങ്ങളിൽ വധശ്രമ കേസുകളും 2019-2022 വർഷങ്ങളിൽ അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പരുത്തിക്കുഴി അനസാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും തിരുവനന്തപുരം സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത്. തൃശൂർ കൊക്കാലയിൽ കൊറിയർ വഴി കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി സയ്യിദ് മൻസിലാണ് പിടിയിലായത്. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകളിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണത്തിൽ 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി. കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 7 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വർക്കല കുടവൂർ സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ തെങ്കാശി കൊല്ലം KSRTC ബസ്സിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലായത്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് പ്രിവന്റീവാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിൽ. മലപ്പുറത്ത് ഒമാനിൽ നിന്ന് കടത്തിയ 1.5 കിലോ MDMA കേസിൽ 2 പേർ കൂടി പിടിയിൽ. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മുഹമ്മദ് സനിൽ, കൊണ്ടോട്ടി സ്വദേശി നാഫിദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി മുക്കൂട് മുള്ളൻ മഠത്തിൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നും പാഴ്സലിൽ ഒളിപ്പിച്ച് കടത്തിയ MDMA പിടികൂടിയത്. ഇടുക്കി വട്ടവട ചിലന്തിയാറിൽ 96 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ച് എക്സൈസ് സംഘം. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്.
കോഴിക്കോട് മുക്കം മാനയാങ്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ അരിയിൽ പൊതിഞ്ഞ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. സംഭവത്തിൽ ആസാം സ്വദേശി ആഷിഖ്, ഭാര്യ ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കെത്തിയപ്പോൾ റൂം പൂട്ടിയ നിലയിലായിരുന്നു. സംസ്ഥാനത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിലും പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. കളിക്കളങ്ങൾ സന്ദർശിച്ച് അത് സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി. സ്ലാബില്ലാത്ത ഊജാലിൽ വീണ് ടാക്സി ഡ്രൈവറുടെ കൈയൊടിഞ്ഞു. കോഴിക്കോട് കക്കംവള്ളിയിലാണ് അപകടം നടന്നത്. പുറമേരി സ്വദേശി ലിബീഷിനാണ് പരിക്കേറ്റത്. കൈയൊടിഞ്ഞ ലിബീഷിന്റെ കാലിനും പരിക്കേറ്റു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കോണത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ഉണ്ണിയാണ് പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലൈംഗികാതിക്രമം നടത്തിയ ജീവനക്കാരൻ അറസ്റ്റിൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോടാണ് ജീവനക്കാരന്റെ അതിക്രമം. സംഭവത്തിൽ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാർ അറസ്റ്റിൽ. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയും രണ്ടാനച്ഛനും അറസ്റ്റിൽ. ചെന്നിത്തലയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടമ്പേരൂർ സ്വദേശിനിയായ പ്രവീണ, ജോമോൻ എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന കുഴൽപ്പണ കവർച്ച കേസ് പ്രതി ഇഞ്ചി ബിജു പിടിയിൽ. പാലാ ഭരണങ്ങാനത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 14 വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലായത്. കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കുട്ടനെല്ലൂർ കരുവാപ്പടി സ്വദേശി ഗ്രീനിഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പരാതിക്കാരിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനും ഗ്രീനിഷിന്റെ പേരിൽ കേസുണ്ട്. തൃശൂർ അന്തിക്കാട് ബാറിന് സമീപം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. വിശസ്, പ്രത്യുഷ്, വിഷ്ണു, ആനന്ദൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പാട് സ്വദേശി അമ്പാടി, പഴച്ചോട് സ്വദേശി സുധീഷ് എന്നിവരെയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പാലക്കാട് മണ്ണിയം പെരുമ്പലത്ത് നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കൂടല്ലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ 3 പോസ്റ്റുകൾ തകർന്നു. KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അടിമാലി കുരങ്ങാട്ടിക്ക് സമീപം വാഹനാപകടം. കുരങ്ങാട്ടി പ്ലാമല റോഡിൽ ഓട്ടോറിക്ഷ കൊക്കയിലേക്ക് പതിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുത്തുകുഴിക്ക് സമീപം വാഹനാപകടം. സ്വകാര്യ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലിടിച്ചു. മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ അടക്കം പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കടക്കലിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ട സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ചുണ്ട സ്വദേശി റഹീമിനെ പോലീസ് വിട്ടയച്ചു. റഹീം ഓടിച്ചിരുന്ന കാറിടിച്ച് കടക്കൽ സ്വദേശി ശ്യാമാണ് മരിച്ചത്. ശ്യാമിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനിടയിൽ റഹീമിനെ നാട്ടുകാർ പിടികൂടി മരണവീട്ടിലെത്തിച്ചു. പോലീസ് എത്തി മണിക്കൂറുകൾക്ക് ശേഷം റഹീമിനെ മോചിപ്പിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ബസ്സിനടിയിൽപ്പെട്ട യാത്രക്കാരി ചികിത്സയിലിരിക്കെ മരിച്ചു. ചെല്ലാങ്കോട് സ്വദേശി അനിതകുമാരിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം KSRTC നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് അപകടം. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങവേ പുറകെ എത്തിയ ഫാസ്റ്റ് ബസ്സിനിടയിൽപ്പെട്ട എല്ലുകൾക്ക് സാരമായി പരിക്കേൽക്കുകയായിരുന്നു. മുതലപ്പുഴയിൽ ഡ്രഡ്ജർ പൊഴിക്കുള്ളിലേക്ക് കയറ്റുവാനുള്ള ശ്രമത്തിനിടയിൽ അപകടം. ഡ്രഡ്ജറിലേക്ക് കയർ കെട്ടുന്നതിനിടയിൽ കയർ കാലിൽ കുരുങ്ങിയായിരുന്നു അപകടം. പെരുമാത്ര സ്വദേശി ഷഹീറിനാണ് പരിക്കേറ്റത്. മലപ്പുറം കുറ്റിപ്പുറം മൂടാലിൽ റോഡ് മുറിച്ച് കടന്ന യുവതിക്ക് അജ്ഞാത വാഹനം ഇടിച്ച് പരിക്കേറ്റു. കുറ്റിപ്പുറം എടച്ചലം സ്വദേശിനി സ്മിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്മിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മലപ്പുറത്ത് ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഉപ്പട സ്വദേശി മോഹൻ ജോർജ് ആണ് മരിച്ചത്. അമിത വേഗതയിൽ വന്ന ലോറി ബൈക്കിലിടിക്കുകയായിരുന്നു. ദേശീയപാത തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ്റ്റ് ലൈറ്റിലിടിച്ച ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പറപ്പൂർ നാലുപുരയ്ക്കൽ സ്വദേശി മല്ലികയാണ് മരിച്ചത്. സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ടാറ്റ സുമോ സമീപത്തെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ കാലിലിടിക്കുകയായിരുന്നു. തിരുവനന്തപുരം വിതുര താവക്കലിൽ ഒഴുക്കിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി മോഹൻരാജ് സുബ്രഹ്മണ്യമാണ് മരിച്ചത്. വലിയമല ISRO വിദ്യാർത്ഥിയാണ് സുബ്രഹ്മണ്യം. വിതുര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വിതുര പോലീസ് കേസെടുത്തു. തൃശൂർ അന്തിക്കാട് കല്ലുകൊണ്ടെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മാങ്ങാട്ടുകര സ്വദേശി പ്രശാന്തനെയാണ് റിമാൻഡ് ചെയ്തത്. അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി രാമചന്ദ്രനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രശാന്തനെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ. തൃശൂർ തൃപ്രയാർ സെന്ററിൽ ഇരുമ്പുവടി കൊണ്ട് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെയാണ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 15-നാണ് കൊലപാതക ശ്രമം നടന്നത്. സംഭവത്തിൽ താന്യം തോട്ടാഞ്ചിറ സ്വദേശി സനിലിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് മാസത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. തിയേറ്റർ ഷെയറും ബജറ്റ് കണക്കുമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ടത്. പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലെന്നാണ് കണക്കുകൾ പറയുന്നത്. മാർച്ച് മാസം ലാഭം നേടിയത് എമ്പുരാൻ മാത്രം. മാർച്ച് മാസം റിലീസ് ചെയ്ത സിനിമകളിൽ നിലവിൽ പ്രദർശനം തുടരുന്നത് 5 എണ്ണമാണെന്നും റിപ്പോർട്ടിൽ. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 57 SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠന മികവ് പുലർത്തുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. നടൻ ദിലീപ്, സംവിധായകൻ ബ്ലസ്സി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മൈക്ക്, ഖൽബ്, ഗോളം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനും ലഹരി മാഫിയയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കുമെതിരെ ആം ആദ്മി പാർട്ടി. ഏറനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മിഷൻ 2025 വാഹന പ്രചരണം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റിഷാദ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ നായകനായ തുടരും സിനിമയുടെ കഥ മോഷ്ടിച്ചതാണെന്നാരോപിച്ച് ചലച്ചിത്ര സംവിധായകൻ നന്ദകുമാർ. സിനിമയുടെ കഥ തന്റെ രാമൻ എന്ന കഥയുടെ പകർപ്പാണെന്നും തന്റെ സൃഷ്ടിയെ അനുവാദമില്ലാതെ അന്യായമായി ഉപയോഗിക്കുകയാണെന്നും നന്ദകുമാർ ആരോപിച്ചു. പണി എന്ന ചിത്രത്തിന് ശേഷം സാഗർ സൂര്യയും ജുനൈസും ഒന്നിക്കുന്ന ഡേബി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. കടകൻ എന്ന സിനിമയ്ക്ക് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിമാൻസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൾ റസാഖും ദീമ മൻസൂറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിലെ ചിത്രം മെയ് 6-ന് മലപ്പുറത്ത് ചിത്രീകരണം ആരംഭിക്കും. കണ്ണൂർ പെരളശ്ശേരി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തന രൂപരേഖ പ്രകാശനവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ IAS-ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യാത്രയയപ്പ് നൽകി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വത്തിന്റെ ഉപഹാരവുമായി നിലവിളക്കും ചുമർ ചിത്രവും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി അഷ്ടപതി സെമിനാർ നടത്തി. ശ്രീവത്സം അനക്സിലെ കൃഷ്ണഗീതി ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ സോപാന സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു.
കൊടുങ്ങല്ലൂരിൽ പി നരേന്ദ്രനാഥ് പുരസ്കാരം വിതരണം ചെയ്തു. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകിയവർക്കാണ് ബാലസാഹിത്യ സമിതി പുരസ്കാരം ഏർപ്പെടുത്തിയത്. പുരസ്കാരത്തിന് പ്രശസ്ത ബാലസാഹിത്യകാരനായ മുരളീധരൻ ആനാപ്പുഴ അർഹനായി. 10,000 രൂപയും പ്രശംസാപത്രവും മൊമെന്റോയുമാണ് അവാർഡിന്റെ ഉള്ളടക്കം. ആലപ്പുഴ തലവടി ഗണപതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ദീപപ്രകാശനം നിർവഹിച്ചു. യജ്ഞാചാര്യൻ പ്രഭാകര ശർമ്മ അവതാരത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ SSF ലഹരി വിരുദ്ധ സമരങ്ങൾ 2ാം ഘട്ടത്തിലേക്ക്. ധാർമ്മിക വിപ്ലവത്തിന്റെ 53 വർഷങ്ങൾ എന്ന ക്യാപ്ഷനോടുകൂടി സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന തീമിൽ ആലപ്പുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും ഏപ്രിൽ 29 നടക്കും. എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന PV നാസർ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ 16ഓളം ടീമുകളാണ് പങ്കെടുക്കുക. മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ് നിർവഹിച്ചു. ആലപ്പുഴ മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലത്തിലമ്മയുടെ ആറ്റിൽ ചാട്ടം ചടങ്ങ് മാന്നാറിനെ ഭക്തിസാന്ദ്രമാക്കി. കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രത്തിലെ അൻപൊലി അരിപ്പാറ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആറ്റിൽ ചാട്ടം ചടങ്ങ് നടന്നത്. തൃശൂർ വെങ്കിടങ്ങിൽ CPI വെങ്കിടങ്ങ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മേച്ചേരിപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രകടനത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മുപ്പട്ടിത്തറ സെന്ററിൽ പൊതുസമ്മേളനം സമാപിച്ചു. തൃശൂർ മുനക്കക്കടവിൽ നിരോധിച്ച വലയുപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് പിടികൂടി 2.5 ലക്ഷം രൂപ പിഴ ചുമത്തി. മുനമ്പം പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ രാത്രികാല മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് ബോട്ട് പിടികൂടിയത്. കൊല്ലം CPI കുണ്ട്ര മണ്ഡലം സമ്മേളനം തല്ലിപ്പിരിഞ്ഞു. CPI കുണ്ട്ര മണ്ഡലം സമ്മേളനം സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഉപരി നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ സമ്മേളനം പിരിഞ്ഞത്. തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ചെട്ടിയാൻപാറ, കളിയാറംകോട് വാർഡുകളിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. കനത്ത മഴയെ തുടർന്നാണ് അപ്രതീക്ഷിതമായി ശക്തമായ കാറ്റ് വീശിയത്. 500ഓളം മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്ത് 20ഓളം പോസ്റ്റുകളും പൂർണ്ണമായി തകർന്നു. ആലപ്പുഴയിൽ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ കഴിയുന്ന വയോജനങ്ങൾക്കായി ഇടമൊരുക്കി ഒരു കൂട്ടം പ്രവർത്തകർ. കരുമാടി പടഹാരം ടാഗോർ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യത്യസ്തമായ വയോജന സംഗമം സംഘടിപ്പിച്ചത്. ഒരു പകൽ മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പാലക്കാട് നെല്ലിക്കുന്ന് നഗർ റോഡിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം മന്ദഗതിയിലെന്ന് ആരോപണം. കോൺക്രീറ്റ് സ്ഥാപിക്കാനായുള്ള ഇരുമ്പ് കമ്പികൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികളുടെ പരാതി. തിരുവനന്തപുരം നൈനാങ്കോണം കുളം കാട് കയറി ഉപയോഗശൂന്യമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. നെയ്ത്ത് തൊഴിലാളികളുടെ ഏക ആശ്രയമായിരുന്ന കുളമാണ് വർഷങ്ങളായി കാട് കയറി നശിച്ചു കിടക്കുന്നത്. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു.